ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫിഷിങ്ങിൻ്റെ വീഡിയോ ആണ്. എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫ്ലാറ്റിൻ്റെ ഒന്ന് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ റീം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ റീമിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മീൻ പിടിക്കണത് ഇങ്ങനെ കാണാം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അബുദാബി റീമിലോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഫിലിപ്പീനികൾ അവരൊക്കെ മീൻ പിടിക്കണേ കാണാൻ വേണ്ടി വന്നതാണ്. അവിടെ ഈ പാലത്തിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നിരുന്നതാണ്. നമ്മൾ ഒരു വർഷത്തിൽ നാട്ടിൽ പോയി കഴിഞ്ഞാലേ കായലിലൊക്കെ പോയിട്ട് മീൻ പിടിക്കുള്ളൂ. അപ്പോൾ ഇവിടെ മീൻ പിടിക്കാനാണ് വെച്ചെങ്കിൽ നമുക്ക് ഒരു പത്താക്ക പോലത്തെ വേണം. ഏകദേശം 200 ദിർഹംസിൻ്റെ അടുത്ത് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മീൻ പിടിക്കാനുള്ള ലൈസൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ശരിക്കടുത്ത് ഒരു പൂച്ചക്കുട്ടെ ആരെങ്കിലും മീൻ പിടിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് തിന്നാലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എന്താ കടിക്കോ? പേടിയാ, കടിക്കോടാ. അപ്പം അതാണ് അപ്പോൾ ഇവിടെ അധികം മീനൊന്നും കിട്ടണമെന്നില്ല. പാവങ്ങൾ കുറേ നേരമായി നിൽക്കണം. നമ്മുടെ നാട്ടിലാണെന്ന് വെച്ചാൽ വല്ല പരല ചെമ്പല്ലിയ ഒക്കെ കിട്ടുമായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് 2000-ലൊക്കെ ഞാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെ മൊത്തം മണൽ പ്രദേശമായിരുന്നു. ഒരു ചെറിയ കൊച്ചു ദ്വീപായിരുന്നു. അവിടെ ഉണ്ട് ഇത്ര അധികം ബിൽഡിങ്ങൊക്കെ പണിത് ഉണ്ട്. എത്ര ബിൽഡിങ് അവിടെ പണിതിട്ടുള്ളതാണ്. ഈ റീമിലോട്ട് വരാൻ അവിടെ ഒരു പാലമുണ്ട്. ആ കാണുന്ന ഒരു പാലം, പിന്നെ ഇതാ ഒരു പാലം. ഏകദേശം കണ്ട ഈ പാലത്തിൻ്റെ കാലുണ്ട്, ഏകദേശം 10ഓളം കാലുകളുണ്ട്. 10 ഒന്ന് ആലോചിച്ച് നോക്ക്, റോഡിൻ്റെ വീതി കണ്ട. അപ്പുറത്തൊരു പാലം കൂടിയുണ്ട് കണ്ട, അവിടെ ഒരു പാലം കൂടിയുണ്ട്. അങ്ങനെ 3 പാലാണ് ഈ റിമിലോട്ട്. മൊത്തം 4 പാലുണ്ട്. അപ്പുറത്തെ സൈഡിൽ കൂടെ ദുബായിലോട്ട് പോകാൻ എക്സിറ്റുള്ള ഒരു പാലം കൂടിയുണ്ട്. ഉണ്ട് അയ്യോ, കടിക്കുവാണോ? ഹായ്, കടിക്കരുത് കേട്ടോ, കടിക്കരുത് കടിക്കരുത് കടിക്കരുത്, കടിക്കാൻ പാടില്ല. പാവം തിന്നാനൊന്നും കിട്ടില്ല. വന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അവന്, അല്ലേ? വെയിറ്റ് ചെയ്തിരിക്കല്ലടാ. ഓക്കെ, അപ്പം ഞാൻ റൂമിലേക്ക് പോട്ടെ. എല്ലാവരും ചൂണ്ടലിട്ട് കുറേ നേരമായിരിക്കണം, ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇവൻ ചൂണ്ടലിൻ്റെ മേലെ ഒരു മണി കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇളകുന്നുണ്ട്, പക്ഷേ അത് ഞണ്ട് കടിക്കണതാണ്. നല്ല ടൈറ്റും ഉണ്ട് ഉണ്ടാ, പക്ഷെ മീനല്ല, ക്രേബാണ്. പാവം കുറേ നേരമായിരിക്കണം. നല്ലൊരു വെട്ട് കിട്ടുന്നുണ്ട്, നല്ല ഇളക്കളം കേട്ട്. ദിസ് വൺ നോട്ട് ക്രാബ്, ദിസ് ഫിഷ് സ്മോൾ വൺ. നല്ല വലിയ, അതൊക്കെ ഞാനൊക്കെ അടിച്ച് എപ്പോൾ വലിച്ചിട്ടുണ്ടാവും വെച്ചാൽ അത്. എന്നാണ് ഇനി അതിലൊക്കെ ഒരു പോക്ക്? ഇനി 6 മാസം വേണം ആ വിമാനത്തിലൊക്കെ ഒന്ന് കയറച്ചെങ്കിൽ. ഈ ഫിലിപ്പീൻസുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീൻ പിടുത്തം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹരമുള്ള സംഭവം കേട്ടോ. പണി കഴിയുക, വരിക, മീൻ പിടിക്കുക,
ഭയങ്കര സംഭവം തന്നെയുണ്ട്. നമ്മളൊന്നും ഒന്നല്ല. ഈ കാണുന്ന ഏരിയ ഒക്കെ എന്ന് പറയുന്നത് പണ്ട് ഡിഫൻസിൻ്റെ ഏരിയ ആയിരുന്നു. ഇവിടെയൊക്കെ ഇതൊക്കെ ഇപ്പോൾ കാലിയായി. പണ്ടൊക്കെ കണ്ടമാനം ആൾക്കാർ ഇവിടെ ഈ ഡിഫൻസ് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ പ്രവാസികളൊക്കെ കുറേ മലയാളീസൊക്കെ ഈ ഡിഫൻസിൽ കയറിയിരുന്നത് ഇവിടെ വന്നിട്ടാണ്. ഈ ഗേറ്റിൻ്റെ അവിടെ നിൽക്കും, അതിന് ആവശ്യക്കാരെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കും, അങ്ങനെയായിരുന്നു. നേവി ഗേറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. ആ കാണുന്നതാണ് എൻ്റെ ബിൽഡിങ്. കണ്ടാ, ആ കാണുന്നതാണ് എൻ്റെ ബിൽഡിങ്. ഓക്കെ, ഇതാണിപ്പോൾ റീമിലോട്ട് പോണ ഒരു ബ്രിഡ്ജാണത്. അപ്പോൾ ഗേസ് രാത്രിയായി. കണ്ടാ, റീമിലെ ഭാഗമാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ മീൻ പിടിക്കാൻ പോയ സ്ഥലം. ഓക്കെ, ഇനി റൂമിലോട്ടുള്ള നടത്തത്തിലാണ്. ഓക്കെ, റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് മൂന്ന് ബിൽഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ റൂമായി. അപ്പോൾ അതാണ്, ആ കാണുന്നതാണ് റീം. കണ്ടാ, ബാക്കിൽ കണ്ട റീം. നമ്മൾ റൂമിലെത്താൻ അധികം സമയമുണ്ട്. കണ്ടാ, പറയും. ആ കാണുന്നതാണ് നേവി ഗേറ്റ്. അതാണ് നേവി ഗേറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ബിൽഡിങ്. കണ്ടാ, ഈ കാണുന്നതാണ് നമ്മളെ ബിൽഡിങ്. ഇത്ര ദൂരമുള്ളൂ നമ്മളെ റീമിലോട്ട് മീൻ പിടിക്കാൻ പോവാൻ. കണ്ടാ, ഇത് ഞങ്ങൾ ബിൽഡിങ്, അത് റീം. കണ്ടാ, ഇത്ര ദൂരമുള്ളൂ. ഒരു 10 മിനിറ്റ് കടന്നു കഴിഞ്ഞാൽ, 10 മിനിറ്റ് വേണ്ട. അപ്പം ഇനി റൂമിലോട്ട് പോകാൻ പോവാണ്. ഓക്കെ.